ചിക്കനും ബീഫും ഒന്നും കയ്യിലില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ് സവാളേനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കണമെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അതിന് പകരം ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി പൊടികളും ചേർക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഞാൻ ചേർക്കുന്നത്. ഇത്രയും പൊടികളെ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിടുക. പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി ഇതിനെല്ലാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾ 2 മുട്ടയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ മുട്ടയുടെ അളവ് കുറച്ചുകൂടെ കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് 3 മുട്ട എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുട്ടേനെ ഈ മസാലയിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുട്ട ഒരു തരിയായിട്ട് വരില്ലേ, ആ ഒരു രീതിയിൽ എത്തുന്നവരെ ചെയ്യാം. നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗിവ് അവയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരാണല്ലേ. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം എന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ആവില്ല. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമുക്ക് പല സാധനങ്ങൾ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊട്ടാറ്റോ പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് നന്നായിട്ട് ഒടിച്ചെടുത്തതാണിത്. അതിനിതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ പൊട്ടാറ്റോ ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ കറിയുടെ ഗ്രേവി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ചിക്കൻ കറി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഗ്രേവി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ചിക്കൻ ചേർത്തിട്ടില്ലെങ്കിലും ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റ് വരും. നമ്മൾ കൊത്തു പൊറാട്ടയിലേക്ക് ചെയ്യില്ലേ, അതേപോലെ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. ഇനിയിപ്പോൾ ഞാൻ ചിക്കനും ബീഫും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിക്കൻ കറി ചേർത്തു എന്ന് ആരും പറയരുത് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കിട്ടുക. ഗ്രേവിയും കൂടെ മിക്സ് ചെയ്ത ശേഷം ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ മസാല റെഡിയായി. മസാലയൊന്ന് കുറച്ച് ചൂടാറിയ ശേഷം നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ ഒരു മുട്ട കട്ട്ലറ്റ് എന്നൊക്കെ വിളിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് പേര് വിളിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലാക്കിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഫോട്ടോയിലൊക്കെ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിനെയും ഇതുപോലെ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഞാൻ ട്രയാങ്കിളും ബാക്കിയുള്ളത് ഞാൻ റൗണ്ട് ഷേപ്പിലും തന്നെ കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സാധാരണ നമ്മൾ കട്ട്ലറ്റിന് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിത് എല്ലാത്തിനെയും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. കാരണം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. 2 സൈഡും അങ്ങനെ ആയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവയുടെ കാര്യം ആരും മറക്കരുത്, എല്ലാവരും കമൻറ്റ് ചെയ്യാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.